ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ ജോബിന് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വന്നിരിക്കുന്ന ഒട്ടനവധി വേക്കൻസികളുമായിട്ടാണ് ഫ്യൂച്ചർ ജോബ് വന്നിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യാണ്ട് വീഡിയോ കാണുക. ഫസ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി ഷാർജയിലേക്കാണ്. സിവിൽ ഫോർമാൻ അതുപോലെ തന്നെ ജാർഖണ്ഡിൻ്റെ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഷാർജ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. മെയ് 17-ന് കൊച്ചിയിൽ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വേക്കൻസി എടുക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒമാനിലേക്ക് ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്ററിൻ്റെ വേക്കൻസി ആയിട്ടാണ്. ഇനി GCC ലൈസൻസ് ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കാൻഡിഡേറ്റിന് ഈ വേക്കൻസിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വേക്കൻസിയിലേക്ക് എടുക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കുവൈറ്റിലേക്കാണ്. നിരവധി കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. മാനേജർ, സൂപ്പർവൈസർ, അക്കൗണ്ടൻറ്റ്, സെയിൽസ്മാൻ, കാഷ്യർ, സെക്യൂരിറ്റി ഗാർഡ്, ഫിഷ് കട്ടർ, ബിച്ചർ എന്നീ വേക്കൻസികളാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രി അതുപോലെ തന്നെ ഡിപ്ലോമ, +2, SLC പാസ്സായവർക്ക് ഈ വേക്കൻസിയിലേക്കെല്ലാം അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്തൊരു വേക്കൻസി പറഞ്ഞിരിക്കുന്നത് UAയിലേക്കാണ്. 3 കാറ്റഗറിയിൽ വേക്കൻസി പറയുന്നുണ്ട്. കാഷ്യർ അതുപോലെ തന്നെ സൂപ്പർവൈസർ, ഫിഷ് കട്ടർ, ബുച്ചർ എന്നീ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി റേഞ്ച് വരുന്നത് 1200 മുതൽ 1800 വരെയാണ്. അതുപോലെ തന്നെ ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അടുത്ത് വന്നിരിക്കുന്നത് ലുലു ഗ്രൂപ്പിലേക്കാണ്. നിരവധി കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. ലാർജ് നമ്പർ ഓഫ് വേക്കൻസി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിസ അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങളും ഫ്രീ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വേക്കൻസി പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ടൻറ്റ്, IT സപ്പോർട്ട് സ്റ്റാഫ്, സെയിൽസ്മാൻ, കാഷ്യർ, ബേക്കർ, കുക്ക്, ബുച്ചർ, ഫിഷ് മോങ്കർ, ടൈലർ, സെക്യൂരിറ്റി, ഇലക്ട്രീഷ്യൻ, ആർട്ടിസ്റ്റ്, ഗ്രാഫിക് ഡിസൈനർ, സ്നാക്സ് മേക്കർ, ഷവർമാൻ, സാൻഡ്വിച്ച് മേക്കർ, സലാഡ് മേക്കർ എന്നീ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഈ വരുന്ന 14-ാം തീയതി കാലിക്കറ്റ് വെച്ചും അതുപോലെ തന്നെ ഈ വരുന്ന 16-ാം തീയതി തൃശ്ശൂർ വെച്ചാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. 9 മുതൽ 3 വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയി ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് UAയിലേക്ക് 3 കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. ഹൗസ് കീപ്പിംഗ് അതുപോലെ തന്നെ കിച്ചൺ ഹെൽപ്പർ, ക്ലീനർ എന്നീ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി റേഞ്ച് വരുന്നത് 900 AD ആണ്. ഡ്യൂട്ടി മീൽസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്ന വേക്കൻസി UAE ആൻഡ് ബഹ്റൈനിലേക്കാണ്. അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ ഷെഫിൻ്റെ വേക്കൻസി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 10 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് താഴെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. നെക്സ്റ്റ് ഖത്തറിലേക്കുള്ള വേക്കൻസിയാണ്. HVAC ടെക്നീഷ്യൻ അതുപോലെ തന്നെ കൺട്രോൾ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ എന്നീ വേക്കൻസിയാണ്. 5 വർഷത്തെ ഓയിൽ ഫീൽഡ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർവ്യൂ വരുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ CV താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ IDയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത വേക്കൻസിയിലേക്ക് അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ജർമ്മനിയിലേക്കാണ്. 2 കാറ്റഗറിയിൽ വേക്കൻസി പറയുന്നുണ്ട്. വെയർ ഹൗസ് ഹെൽപ്പർ അതുപോലെ തന്നെ ക്ലീനറുടെ വേക്കൻസി ആയിട്ടാണ്. മെയിൽ കാൻഡിഡേറ്റിന് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സാലറി പറഞ്ഞിരിക്കുന്നത് 1,50,000 ആണ്. അതുപോലെ തന്നെ 8 അവർ ടു 10 അവറാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത്. ഓവർ ടൈമും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ അടുത്ത വേക്കൻസി എടുക്കാം. അടുത്ത വേക്കൻസി UAയിലേക്ക് ഡീസൽ മെക്കാനിക്കിൻ്റെ വേക്കൻസി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സാലറി പറഞ്ഞിരിക്കുന്നത് 90,000 ആണ്. അതുപോലെ തന്നെ ഫ്രീ അക്കോമഡേഷനും പറയുന്നുണ്ട്. 5 മുതൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ നേരെ അടുത്ത വേക്കൻസിയിലേക്ക് എടുക്കാം. അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബഹ്റിനിലേക്കാണ്. ഫയർ വാച്ചറുടെ വേക്കൻസി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രഷേഴ്സ് ഉള്ളവർക്ക് ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഡിപ്ലോമ സേഫ്റ്റി സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രീ അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യും. OTയും അതുപോലെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നേരെ അടുത്ത വേക്കൻസി നോക്കാം. അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ്. നിരവധി കാറ്റഗറിയിലേക്കായിട്ടാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് സൂപ്പർവൈസർ, ഇൻറ്റീരിയർ സിവിൽ മെക്കാനിക് ഡ്രാഫ്റ്റ്മാൻ, ഇൻറ്റീരിയർ ഡിസൈനർ, ഡ്രാഫ്റ്റ് ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, ഓഫീസ് ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേറ്റർ, വുഡ് ഫർണിച്ചർ പോളിഷർ, ഫിനിഷിംഗ് കാർപ്പൻറ്റർ, ഫിറ്റ് ഔട്ട് വർക്ക് ഇലക്ട്രീഷ്യൻ, കാർപ്പൻട്രി പ്രൊഡക്റ്റ് സൂപ്പർവൈസർ എന്നീ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. അക്കോമഡേഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യും. നേരെ അടുത്ത വേക്കൻസി നോക്കാം. സൗദി അറേബ്യയിലേക്കാണ് അടുത്ത വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. നെതർലാൻഡ് കമ്പനിയിലേക്കാണ് വേക്കൻസി പറഞ്ഞിരിക്കുന്നത്. ടിഗ് വെൽഡർ, മിഗ് വെൽഡർ, സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ, അസിസ്റ്റൻറ്റ് ടെക്സ്റ്റൈൽ ഫാബ്രിക്കേറ്റർ എന്നീ വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഏതൊരു ജോബ് വേക്കൻസിയിലേക്കും അപ്ലൈ ചെയ്യുമ്പോഴും തന്നിരിക്കുന്ന നമ്പറിലേക്കോ അതോ ഡയറക്റ്റായിട്ട് പോയി ഏജൻസിയുമായി കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു ഫ്രണ്ട്സിലേക്കും പരമാവധി എത്തിക്കാൻ ശ്രമിക്കുക. ഏത് ജോബാണോ നോക്കുന്നത് ആ ജോബ് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്താൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ആ വീഡിയോ ആഡ് ആക്കാവുന്നതാണ്.